സ്ത്രീകൾ തന്നെ ചെയ്തിട്ടുള്ള പെമ്പിളവരമേ കൂലി ചോദിച്ച് സ്കൂൾ സമരം ചെയ്തു, അത് വിജയിച്ചു. നഴ്സുമാർ സമരം ചെയ്തു, അത് വിജയിച്ചു. അതുകൊണ്ട് ഇവരുടെ സമരം പരാജയപ്പെടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇത് വിജയിക്കുക തന്നെ ചെയ്യും. എമ്പുരാനൊക്കെ കണ്ട് നടന്നോട്ടെ, വന്നൊരു ദിവസം മുട്ടുകുത്തി നിൽക്കും ഇവരുടെ മുമ്പിൽ, അത് ഉറപ്പാണ്. ഒന്ന് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഉയർന്ന ജയിൽ ഉദ്യോഗസ്ഥനെ കാണാൻ പോയിരുന്നു. ജയിലിൽ കുറ്റകൃത്യം ചെയ്തിട്ട് അവിടെ തടവുകാരായിട്ടുള്ളവർ ദിവസക്കൂലി എത്രയാണെന്ന് പിന്നറിയാം? 300 രൂപ. അതായത് പബ്ലിക്കിൽ കുറ്റകൃത്യം ചെയ്ത് ജയിലിൽ ശിക്ഷയായിട്ട് അകത്തുള്ളവർക്ക് ദിവസക്കൂലി എന്ന് പറയുന്നത് 300 രൂപ. കേരളത്തിലെ ആശാ വർക്കർമാർക്ക് കൊടുക്കുന്ന 232 രൂപ മാത്രം. കുറ്റവാളിക്ക് കൊടുക്കുന്ന പരിഗണന പോലും ആരോഗ്യരംഗത്തെ പിടിച്ചു നിർത്തുന്ന ആശമാർക്ക് കൊടുക്കാൻ ഈ ഇടതുപക്ഷ സർക്കാരിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ രാജിവെച്ചിട്ട് വേറെ വല്ല പണിയും നോക്കി എമ്പുരാനും കണ്ടു നടക്കട്ടെ. ജയിലിൽ കഴിയുന്ന കുറ്റവാളികൾക്ക് ദിവസേന 300 രൂപ കൂലി കൊടുക്കുന്നതായി ഒരു വീഡിയോ കണ്ടു. ആശമാർക്ക് 232 രൂപ മാത്രമാണ് കൊടുക്കുന്നതെന്നും പറയുന്നു. ഇത് ശരിയാണോ? ശരിയല്ല. കേരളത്തിലെ ജയിലുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അടുത്ത കാലത്ത് ജയിലിലെ വേതനം പരിഷ്കരിക്കാൻ വേണ്ടിയിട്ട് റെക്കമെൻഡേഷൻ ഒക്കെ വന്നിരുന്നു. 68 സെൻട്രൽ ജയിലിലാണെങ്കിൽ പരമാവധി 63 രൂപ മുതൽ 168 രൂപ വരെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്താൽ ഈ ജയിലിലെ പ്രിസണേഴ്സിന് കിട്ടും. അതാണ് അവരുടെ ദിവസക്കൂലി എന്ന് പറയുന്നത്. പക്ഷേ ഈ ദിവസക്കൂലി മുഴുവൻ അവർക്ക് കിട്ടില്ല. അതായത് ഒരു ദിവസം പണിയെടുത്താൽ പരമാവധി കിട്ടുന്നത് സെൻട്രൽ ജയിലിൽ 168 രൂപ വരെയാണ്. ഓപ്പൺ ജയിലിലാണെങ്കിൽ 230 രൂപ വരെ കിട്ടും. പക്ഷേ ഇതിന്റെ പകുതി കുടുംബത്തിന് പോകും. അവരുടെ സ്വന്തം കുടുംബത്തിന്റെ വെൽഫെയർ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് കൊടുക്കും. അപ്പോൾ 100 രൂപയാണ് കിട്ടുന്നതെങ്കിൽ 50 രൂപ പോയി. ഇനി പുതിയ ഉത്തരവ് വന്നിട്ടുണ്ട്. അതിൽ 1/3 വിക്ടിമിന്റെ റിലീഫ് ഫണ്ടിലേക്ക് കൊടുക്കണം. ആരെയാണോ കൊലപ്പെടുത്തിയത്, ആരെയാണോ ആക്രമിച്ചത്, അവരുടെ ഫണ്ടിലേക്ക് വേണ്ടിയിട്ട് 1/3 കൊടുക്കണം. ബാക്കിയുള്ള പൈസ മാത്രമാണ് അവർക്ക് ക്യാന്റീനും പർച്ചേസിനും ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റൂ എന്നുള്ളതാണ്. അപ്പോൾ പണിയെല്ലാം കഴിഞ്ഞ് ഈ കിഴിവുകൾ എല്ലാം കിഴിച്ചു കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്നത് ഒരു പക്ഷേ 50-60 രൂപ മാത്രമായിരിക്കും ഒരു ദിവസം ഈ ജയിലിൽ കഴിയുന്ന പ്രിസണേഴ്സിന് ലഭിക്കുക. ഇത് 50% വർദ്ധിപ്പിക്കണമെന്ന് റെക്കമെൻഡേഷൻ ഉണ്ട്. പക്ഷേ ഇതുവരെയും ആ റെക്കമെൻഡേഷൻ നടപ്പായിട്ടില്ല.